SDPI നടത്തിയ പ്രക്ഷോഭങ്ങളിലുള്ള പ്രതികരണമാണ് SDPI ഓഫീസുകളിലേക്കുള്ള EDയുടെ റെയ്ഡെന്നും ED ചാർജ് ചെയ്യുന്ന കേസുകൾ ദുർബലമെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഒഴിച്ച് മറ്റാരുമായും സഖ്യത്തിന് തയ്യാറെന്നും ലത്തീഫ് കൂട്ടിച്ചേർത്തു. ഉണ്ട്, ഞാൻ പറഞ്ഞത് ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ ചില മാധ്യമങ്ങളെങ്കിലും അതിനും മറക്കാൻ ശ്രമിച്ചതായിട്ട് നമുക്കതിനെ വ്യൂ ചെയ്യാം. കാരണം ഏറ്റവും കൂടുതൽ അവിടെ സന്നദ്ധ പ്രവർത്തനന്മാർ ഇറക്കിയത് ഞങ്ങളാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ പട്ടാളം പോലും ഞങ്ങളുടെ കൂടെ വന്ന് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 10 അംഗങ്ങളുള്ള അവസാന ഘട്ടം അങ്ങേയറ്റം ദുർഘടമായ സ്ഥലങ്ങളിൽ പോകാൻ ഞങ്ങളുടെ 10 ആളുകൾക്ക് ഒരു പട്ടാളത്തിൽ ഓരോരുത്തരും ഞങ്ങൾക്ക് വിട്ടുവന്ന് അവരും കൂടി കൂടുതൽ ഞങ്ങൾ പോയിരുന്നത്. അങ്ങനത്തെ ഒരു വർക്ക് വേറെ ആരും ചെയ്തിട്ടില്ല അവിടെ. ഞാൻ മറ്റുള്ളവരെ കുറച്ച് കാണിക്കുകയല്ല, മറ്റുള്ളവരും ചെയ്തിട്ടുണ്ട്. DYFI ഉണ്ടായിരുന്നു, യൂത്ത് ലീഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ ആളുകൾ ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഇറക്കിയത് ഞങ്ങളായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആ ഒരു സേവനത്തെ സ്വാഭാവികമായി അവിടുത്തെ ഒരു വിഷ്വലൈസ് ചെയ്യുമ്പോൾ കാണിക്കുന്നു എന്നല്ലാതെ ഈ പാർട്ടിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നെഗറ്റീവ് ന്യൂസ് അല്ലാതെ പലപ്പോഴും ഞങ്ങളെക്കുറിച്ച് പറയാറില്ല. ഇവിടുത്തെ ഒരു ഡിസ്കഷൻസിൽ വരുത്തുമ്പോൾ ഞങ്ങളെ പ്രതിനിധികളെ നെഗറ്റീവ് ഡിസ്കഷൻ എന്തെങ്കിലും മാത്രമേ ഞങ്ങൾ വിളിക്കാറുള്ളൂ. ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങൾ വിളിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് താല്പര്യം കൊണ്ട് പറയല്ല. പക്ഷേ അത് അവോയ്ഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ മാത്രം ഞങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു. ഞങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങളെ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കൽ ശ്രമങ്ങൾ ചിലരെങ്കിലും ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ അർത്ഥമില്ല. പലരും നന്നായി അവതരിപ്പിച്ചിട്ടുമുണ്ട്. മാധ്യമങ്ങൾ ഒറ്റയടിക്ക് അടച്ചാക്ഷേപിക്കുന്ന രീതിയൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി ഒരു ന്യൂസ് വരികയാണ് ചാനലിലൊക്കെ, SDPI കേന്ദ്രങ്ങളിൽ വ്യാപകമായ റെയ്ഡ്. ഒരു SDPI പ്രവർത്തകൻ്റെ വീടിൽ കേരളം നടന്നതിനാണ് വ്യാപകമായ റെയ്ഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഒരൊറ്റ വീട്ടിൽ ഒരു റെയ്ഡ് നടക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എത്ര വ്യാപാര സ്ഥാപനങ്ങൾ, കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ MDമാരെടുത്ത് അവരുടെ വ്യാപാര ഇടങ്ങളിൽ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ആരും കൊടുക്കുന്നില്ലല്ലോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ്റെ ഒരു വീട്ടിൽ, അദ്ദേഹം ഒരു വ്യാപാരിയാണ്, ഒരു വീട്ടിൽ നടത്തിയ ഒരു റെയ്ഡിനെ SDPI കേന്ദ്രങ്ങളിൽ ഭയങ്കര റെയ്ഡ്. അപ്പോൾ SDPI കേന്ദ്രങ്ങളിൽ എപ്പോഴും റെയ്ഡ് നടക്കപ്പെടേണ്ടതാണെന്ന ഒരു മെസ്സേജാണ് പോകുന്നത്. അങ്ങനെയല്ലല്ലോ, എല്ലായിടത്തും നടക്കുന്നു, നമ്മുടെ നടക്കുന്നു. അത് അത്ര ഭയങ്കരമായ വിഷ്വലൈസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് ഇല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ഇതിനൊക്കെ നേരിടും. ഇത് നേരിടാൻ കരുത്ത് ഞങ്ങൾക്കുണ്ട്. ജനാധിപത്യ രീതിയിൽ തന്നെ നേരിടും.